ഇന്നേരം വന്ന കാറ്റും മഴയുടെ സമയത്തൊക്കെ ഞങ്ങളൊരു ചക്കട ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ അഞ്ചും ഞാനും കൂടിയാണ് ഇരുന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഗോതമ്പൊടിക്കകത്ത് ഉണ്ടാക്കണത്. അപ്പോൾ ഗോതമ്പൊടിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് അതിൻ്റെ അകത്തോട്ട് പിന്നെ നമ്മൾ വരട്ടി വെച്ച ചക്കയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ആ ചക്ക വരട്ടിയേക്കണതിൽ തന്നെ പൊടി നനഞ്ഞ് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഇലക്കകത്തോട്ടൊക്കെ പരത്തിയൊക്കെ അടപ്പത്തോട്ടൊക്കെ വെച്ച്. ഇവിടെ ഗോതമ്പടയൊന്നും അത്ര വലിയ താല്പര്യം എല്ലാവർക്കും. പിന്നെ ചക്കട ആയതുകൊണ്ട് എല്ലാവരും അരുന്നയൊക്കെ കഴിക്കും. അതും ഗോതമ്പിൻ്റെ ഉണ്ടാക്കുമ്പോഴല്ല ടേസ്റ്റ്. ഈ ചക്കട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗോതമ്പ് പൊടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് പറയണതൊക്കെ. ഞങ്ങൾ ഇന്നൊരു അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടില്ല ഈ സാധനം. അപ്പം ഞാനത് വെന്തെന്ന് തോന്നുന്നു. നല്ല വാസനയൊക്കെ വരണ്ട. ഏലക്കയുടെ ഒത്തിരി ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടായി വരട്ടിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് എടുത്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ലടയിൽ നിന്ന് തോന്നുന്നത് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ കണ്ടപ്പോഴേ ഈച്ചക്കുട്ടൻ ഓടാൻ തുടങ്ങി. ഈച്ചക്കുട്ടൻ കഴിക്കൂല ഈ സാധനമൊന്നും. പിന്നെ വീഡിയോക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ കാരണം അവനൊന്ന് പൊളിച്ച് വെച്ച് ഒരു തരി വായിലൊക്കെ വെച്ച്. അപ്പം അഞ്ചുവാൻ്റെയും കഴിച്ചു നോക്കി. അവൻ്റെ അഞ്ചുവാൻ്റെയും അടുത്തിരിപ്പുണ്ട്. അപ്പോൾ അഞ്ചു ഞാനും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അഞ്ചു പറഞ്ഞു സൂപ്പർ അടയെന്ന് പറയണം.